ഹലോ മക്കളെ, നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സിലെ എക്സൈസ് 1.2 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഓക്കെ, ആർ ദ ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ് ഈക്വൽ, ഗിവ് റീസൺ. തന്നിട്ടുള്ള സെറ്റ് ഈക്വൽ ആണോ, ആണെങ്കിൽ അതിന്റെ റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റത്തെ രണ്ട് സെറ്റുകൾ ഇതൊക്കെയാണ്. ഒന്ന് A2 3യും BX സച്ച് ദാറ്റ് X ഈസ് എ സൊല്യൂഷൻ ഓഫ് x² + 5x + 6 = 0. അതായത് എ എന്ന് പറയുന്ന സെറ്റ് 2 3 എന്ന് പറയുന്ന രണ്ട് എലമെന്റ് ആണ്. പക്ഷേ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്കതൊരു എന്താ പറയുക, സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. അതായത് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻസ് എന്നാണ് പറയുന്നത്. അപ്പം മക്കളെ, നമ്മളെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് പകരം ഇപ്പൊ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് എക്ക് ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ ബിയിലുള്ള എലമെന്റും ആരായിരിക്കണം? 2ഉം 3യും ആവണ്ടേ? ആവണം. അത് ഉറപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 2 എന്ന് പറയുന്നത് എക്സിന്റെ സൊല്യൂഷൻ ആണോ ചെക്ക് ചെയ്താൽ മതിയല്ലോ. കാരണം ബി എന്ന് പറയുന്നത് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ലേ. അപ്പൊ ഈ എക്സിന്റെ ഈ സ്ഥാനത്ത് നമുക്ക് 2 ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പൊ എക്സിന് ഞാൻ 2 കൊടുത്തു. അപ്പൊ 2² + 5 × 2 + 6 = നമുക്ക് 0 ആണ് കിട്ടേണ്ടത് കേട്ടോ. 2ന്റെ സ്ക്വയർ 4, 5 × 2 10 + 6 എത്രയാണ് കിട്ടുക? 20 = 0 ആണോ? അപ്പൊ 2xന്റെ സൊല്യൂഷൻ ആണോ, അഥവാ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണോ? അല്ല. അപ്പോ എ ബിക്ക് ഈക്വൽ ആണോ? അല്ല. 2 is not in the set of B, therefore A not equal to B. ഓക്കെ, നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ല. നിങ്ങളോട് സൊല്യൂഷൻ കാണാനൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ലല്ലോ. റീസണും ചോദിച്ചു. റീസണും നമ്മളോട് പറഞ്ഞു x = 2 എന്ന് പറയുന്നത് എന്തല്ല? അതിന്റെ സൊല്യൂഷൻ അല്ല, ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ല. അപ്പൊ അത് ഈ സെറ്റിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ A = B ആകുമോ? ഇല്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, x is a letter in the word FOLLOW, follow. ഓക്കെ, അപ്പോൾ y എന്ന് പറയുന്നത് വൂൾഫ് എന്ന് പറയുന്നതിന്റെ ലെറ്ററുമാണ്. അപ്പൊ ഞാനിതിനെ എനെ എഴുതി FOLW. O റിപ്പീറ്റഡ് ആണ്, അപ്പോൾ ഒരു O മതി. എല്ലും റിപ്പീറ്റഡ് ആണ്, അപ്പോൾ L മതി. ഇനി ബി എഴുതി WOLF, എല്ലാം സെപ്പറേറ്റ് എഴുതി കേട്ടോ. നോക്കിയേ, F O L W. എയിലുള്ള എല്ലാ സെറ്റും ബിയിലില്ലേ? ആരും ഇല്ലാത്തതായിട്ടില്ലല്ലോ. എയിലില്ല ആരും, ബിയിലില്ലാത്തതും ഇല്ല, ബിയിലുള്ള ആരും എയിലില്ലാത്തതും ഇല്ല, ഇല്ലല്ലോ. അപ്പോൾ A = B. ഓക്കെ,